ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ആശാവർക്കർമാർ ഒരു ദിവസം ഉപവാസം അനുഷ്ഠിക്കുകയാണ്. കേരളത്തിലെ ആശാവർക്കർമാർ കൊടുക്കുന്ന നികുതിപ്പണം കൂടെ ഈ ഖജനാവിലുണ്ട്. ഞങ്ങൾ കൊടുത്ത വോട്ടുകൾ കൂടെ ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ സമരത്തെ പരിശോധിച്ച് അത് തീർപ്പാക്കണം. യുവ സംഘത്തിനെ കാണാനാണ് മന്ത്രി പോയത്, അല്ലാതെ കേന്ദ്രമന്ത്രിയെ കാണാനല്ല. സമരം ചെയ്ത് ഇവിടെ ആരും വിജയിക്കാൻ പാടില്ല എന്നുള്ള ഒരു ദുഷ്ടബുദ്ധിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുയോഗങ്ങൾക്ക് പന്തല് പൊളിക്കാത്ത നിങ്ങൾ എന്തിനാണ് ആശാ വർക്കർമാരുടെ സമരത്തിൽ ഇത്ര താല്പര്യം കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരവുണ്ടായില്ല. ഞങ്ങൾ കേരളത്തിലെ അമ്മമാരോട് സ്ത്രീജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഈ സമരത്തോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഉപവാസം ഇരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരം ഇന്ന് 41-ാം ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും നമ്മുടെ സർക്കാർ കണ്ണു തുറന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. 41-ാം ദിവസം പിന്നിടുകയാണ്. ഇനി സമരമുറ കൂടുതൽ കടുപ്പിച്ച് രംഗത്തേക്ക് വരുന്നുണ്ടോ ആശാവർക്കർമാർ? അതെ, തീർച്ചയായിട്ടും. ഇതിപ്പോൾ നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ആശാവർക്കർമാർ ഒരു ദിവസം ഉപവാസം അനുഷ്ഠിക്കുകയാണ്. അത് 24-ാം തീയതി ഈ സമരപ്പന്തലിലും ഇവിടെ വന്ന് എത്തിച്ചേരാൻ പറ്റാത്ത ആളുകൾ അതത് ജില്ലകളിൽ അവരുടെ PHCകൾക്ക് മുന്നിൽ കളക്ടറേറ്റിന് മുന്നിലൊക്കെ ഉപവാസം അനുഷ്ഠിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സമരത്തെ പിന്തുണച്ച് ഇതിനോടകം വന്നെത്തിയിട്ടുള്ള നിരവധി സംഘടനകൾ ഇവിടെ നിരാഹാരം ഇരിക്കണമെന്നവരുടെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അവർക്കും കൂടി ഉപവാസം ഇരിക്കാൻ പറ്റുന്നൊരു ദിവസമായിട്ടാണത്. ഞങ്ങൾ കേരളത്തിലെ അമ്മമാരോട് സ്ത്രീജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഈ സമരത്തോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഉപവാസം ഇരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം കോവിഡ് കാലത്ത് പ്രത്യേകിച്ചും ഓരോ മനുഷ്യൻ്റെയും ഹൃദയം തൊട്ട ആളുകളാണ് ആശാവർക്കർമാർ. അവരിങ്ങനെ തെരുവിലിങ്ങനെ സമരം ചെയ്യുമ്പോൾ ആ സമരത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് ഇതുവരെയും ഐക്യപ്പെട്ട് തന്നെയാണ് കേരള പൊതുസമൂഹം പോകുന്നത്. 24-ാം തീയതി മറ്റന്നാൾ ഈ സമരത്തോട് ഐക്യപ്പെട്ട് ഉപവാസം അനുഷ്ഠിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ മന്ത്രി വീണ ജോർജിൻ്റെ നിലപാടിനെ എങ്ങനെ നോക്കിക്കാണുന്നത്? ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ നോക്കുന്നുള്ളൂ. ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. കേരളത്തിലെ ആശാവർക്കർമാർ കൊടുക്കുന്ന നികുതിപ്പണം കൂടെ ഈ ഖജനാവിലുണ്ട്. ഞങ്ങൾ കൊടുത്ത വോട്ടുകൾ കൂടെ ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ സമരത്തെ പരിശോധിച്ച് അത് തീർപ്പാക്കണം. ഉചിതമായ നടപടിയെടുത്ത് തീർപ്പാക്കണം. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡിൽ 1% പോലും പിന്നോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ അത് പരിഗണിക്കുക. ഞങ്ങൾക്ക് തരാനില്ലെന്ന് വെറുതെ പറയരുത്. കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ, അതൊക്കെ കൊടുക്കുക, അത്രയേ ഉള്ളൂ. റിലേ സത്യാഗ്രഹത്തിലേക്കാണോ പോകുന്നത് എല്ലാവരും? അതെ, തീർച്ചയായിട്ടും. ഇന്നലെ ഒരാളെ മാറ്റേണ്ടി വന്നു. 2-ാമത്തെ ദിവസം രാത്രിയിൽ ആ സമയത്ത് തന്നെ അടുത്ത ആൾ നിരാഹാരം തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ആശമാർ എത്തിച്ചേരും തീർച്ചയായിട്ടും. ക്യൂബൻ സംഘത്തിനെ കാണാനാണ് മന്ത്രി പോയത്, അല്ലാതെ കേന്ദ്രമന്ത്രിയെ കാണാനല്ല. അപ്പോൾ കേന്ദ്രമന്ത്രിയെ കാണാനാണെങ്കിൽ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്ത് പോകണം. അപ്പോൾ മന്ത്രിയുടെ ലക്ഷ്യം അതല്ല. ക്യൂബൻ സംഘത്തിനെ കാണാൻ വേണ്ടി ഈ അസംബ്ലീൻ്റെ ഇടയിൽ ഓടിപ്പോയി. ഇപ്പം ഞങ്ങളൊക്കെ വിചാരിച്ച് സാധാരണ അസംബ്ലീൻ്റെ ഇടയിലൊന്ന് ഡൽഹിക്ക് പോകുമ്പോൾ കേന്ദ്രമന്ത്രിനെ കാണാനിരിക്കും ഞങ്ങളും വിചാരിച്ചു. പക്ഷേ ക്യൂബൻ സംഘത്തിനെ കണ്ട് മടങ്ങിയ മന്ത്രി നഡ്ഡയെ കാണാൻ ഒരു പരിപാടിയും ഇട്ടിരുന്നില്ല എന്നുള്ളത് ഇന്നലെ ഗോവിന്ദ മാസ്റ്റർ സ്റ്റേറ്റ്മെൻറ്റോടുകൂടെ വ്യക്തമായി. മറ്റൊരു വിഷയമുള്ളത്, മുഖ്യമന്ത്രി നിർമ്മലാ സീതാരാമനുമായിട്ടുള്ള ഒരു സംഭാഷണം ഉണ്ടായിരുന്നില്ല. ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കുന്നില്ല, ഇപ്പോൾ ഇവിടെ ഈ സ്റ്റേജ് ആയതുകൊണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തിൻ്റെ വിഹിതം കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ ഇത് കൂട്ടാത്തതെന്നാണല്ലോ, ഓൺലൈൻ കൂട്ടാത്തതെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫണ്ട് അനുവദിക്കേണ്ടത് ധനകാര്യമന്ത്രിയല്ലേ. ആരോഗ്യ മന്ത്രാലയമാണ് അലൗട്ട് ചെയ്യേണ്ടതെങ്കിലും ആരോഗ്യ മന്ത്രാലയത്തിന് ഫണ്ട് അലൗട്ട് ചെയ്യേണ്ടത് ധനകാര്യമന്ത്രിയാണ്. ആ ധനകാര്യമന്ത്രി തന്നെ കേരള ഹൗസിൽ വന്ന് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ നിങ്ങളുടെ ഒരു കുടിശ്ശിക ഞങ്ങൾക്ക് കിട്ടാനുണ്ട്, അത് കിട്ടിയാൽ ആശാ വർക്കർമാർക്കുള്ള ഓണററി ഞങ്ങൾ കൂട്ടിക്കൊടുക്കാമെന്ന് എന്തുകൊണ്ട് പറയാൻ തയ്യാറായില്ല? ഇതിൻ്റെ ലക്ഷ്യം സമരം ചെയ്ത് ഇവിടെ ആരും വിജയിക്കാൻ പാടില്ല എന്നുള്ള ഒരു ദുഷ്ടബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതിനു വേണ്ടിയാണ് CPM-ന്റെ നേതാക്കന്മാർ മത്സരിച്ച് സമരക്കാരെ അധിക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ നാട്ടിലുള്ള ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാർക്ക് ഇപ്പോൾ എവിടെയാണ് ചോദിക്കുന്നത്? കാരണം ഈ സമരത്തിന് നേതൃത്വം നൽകുന്നവരെ കുറിച്ച് എന്തൊക്കെ അധിക്ഷേപങ്ങൾ പറഞ്ഞു.
ആദ്യം തന്നെ പറഞ്ഞു ഇതിൻ്റെ ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന മിനി എന്ന സഹോദരിയെക്കുറിച്ച് പറഞ്ഞു സാംക്രമിക രോഗം പരത്തുന്ന കീടെന്ന് പറഞ്ഞു. ഈ മഴയത്ത് നിങ്ങൾക്കറിയാം ഇവിടെ പന്തൽ പൊളിച്ചു. തിരുവനന്തപുരത്താണെങ്കിൽ പകല് നല്ല ചൂടും രാത്രി നല്ല മഴയാണ്. ഇവിടെയാണ് പന്തൽ പൊളിച്ചു. അവസാനം ഹൈക്കോടതി ചോദിച്ചല്ലോ, രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുയോഗങ്ങൾക്ക് പന്തൽ പൊളിക്കാത്ത നിങ്ങൾ, സ്റ്റേജ് പൊളിക്കാത്ത നിങ്ങൾ എന്തിനാണ് ആശാ വർക്കർമാരുടെ സമരത്തിൽ ഇത്ര താല്പര്യം കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരവുണ്ടായില്ല. അപ്പം അതിന് വലിയ താല്പര്യത്തോടെ പന്തൽ പൊളിച്ചു. ഇവിടെ ഒരു കേന്ദ്രമന്ത്രി വന്ന് കുറച്ച് മഴക്കോട്ടും കുടയൊക്കെ കൊടുത്തു. അതിന് ഒരു DYFI അല്ല ഒരു CIT നേതാവ് എന്ത് വൃത്തികേടായിട്ടാണ് പറഞ്ഞ്, എന്നാൽ പിന്നെ ഒരു ഉമ്മയും കൊടുക്കായിരുന്നില്ല. ഇതിനൊക്കെ ഒരു തരം ഞരമ്പ് രോഗമാണ് ഇതൊക്കെ. ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളെ വെച്ച് മുന്നോട്ട് പോയാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും മുഖ്യമന്ത്രി ആലോചിക്കണം. ഞാൻ അത്രേ പറയുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്നിപ്പോൾ 41-ാം ദിവസമാണ് സമരം. അതിന് പകരം നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനെ ഭീഷണി കൊണ്ടും പ്രലോഭനങ്ങൾ കൊണ്ടും അടിച്ചമർത്താമെന്ന് പിണറായി കരുതണ്ട. പിണറായി വിജയൻ മുട്ടുമടക്കുന്നൊരു സമരമായിരിക്കും ആശാ വർക്കർമാരുടെ സമരം. ഇത് എത്ര ദിവസം നീണ്ടാലും വിജയിച്ചിട്ട് ഈ സമരം അവസാനിക്കൂ. ഞങ്ങളെപ്പോലുള്ള എല്ലാ പൊതുപ്രവർത്തകരും ഈ ആശാ പ്രവർത്തകന്മാരോടൊപ്പം ഉണ്ട്. കാരണം കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ജോലി ചെയ്തവരാണ് അവർ. ഓരോ വീടുകളിലും വന്നിട്ട് ഒരു കോവിഡിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും മരുന്നെത്തിക്കാനൊക്കെ ശ്രമിച്ചവർ. ഇന്ന് അവരൊക്കെ നിങ്ങൾക്ക് സർക്കാരിന് ശല്യക്കാരായി മാറിയെങ്കിൽ ഇവർ നാടിൻ്റെ സ്വത്താണ് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. എന്തായാലും ഈ 41-ാം ദിവസം പിന്നിടുകയാണ് ഇവരുടെ ആശാ വർക്കർമാരുടെ സമരം. ഇന്ന് 3-ാം ദിവസമാണ് ഇവരുടെ നിരാഹാര സത്യാഗ്രഹം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇവർ സമരമുറ കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് യസ്മിനിയാണ്. അമ്മമാർ കൂട്ടത്തോടെ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ വ്യക്തമാക്കുന്നത്. സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം, ആശാ വർക്കർമാരുടെ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കണം എന്ന് തന്നെയാണ് അമ്മമാർ കൂട്ടത്തോടെ പറയുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.